എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉരുളക്കിഴങ്ങും കൂടെ തന്നെ വളരെ കുറച്ച് ചേരുവകളും ചേർത്ത് തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഏകദേശം 300 ഗ്രാം തൂക്കം വരുന്ന 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങ് നന്നായി ക്ലീൻ ചെയ്ത് സ്കിന്നെല്ലാം ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട് കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൂടെ തന്നെ ഇത് വേവാൻ ആവശ്യമായ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർക്കാതെ തന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. പൊട്ടറ്റോ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിലടിച്ച ശേഷം പ്രഷറെല്ലാം ഒന്ന് സെറ്റിലാവാനായി വെയിറ്റ് ചെയ്യാം. പ്രഷറെല്ലാം ഒന്ന് സെറ്റിലായതിനു ശേഷം നമ്മൾ വേവിക്കാനായി ചേർത്ത വെള്ളം ഒഴിവാക്കിയിട്ട് പൊട്ടറ്റോ മാത്രം എടുത്ത് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് കുഴച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് വേവിക്കാൻ ഉപയോഗിച്ച് വെള്ളം പൂർണ്ണമായും ഒഴിവാക്കിയതിനു ശേഷം മാത്രമേ പൊട്ടറ്റോ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ സ്നാക്ക് നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടുകയുള്ളൂ. പൊട്ടറ്റോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്നാക്ക് ഒന്ന് ക്രിസ്പിയായി കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പുട്ടുപൊടിയോ അപ്പപ്പൊടിയോ അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ഒപ്പം തന്നെ 4-5 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് മല്ലിയില ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു പിഞ്ച് കായപ്പൊടിയും ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് കയ്യിലെടുത്ത് കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂടായി കിട്ടിക്കഴിയുമ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ ഒരുപാട് നേരം കുഴച്ച് മയപ്പെടുത്തിയെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഷേപ്പാക്കി എടുക്കാം. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിനു ശേഷം കുറച്ചെടുത്ത് ഉരുളയാക്കി കയ്യിൽ വെച്ച് ഇതുപോലെ ഒരു ഫിംഗർ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി കൂടി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല. ചെറിയ ചെറിയ ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ കട്ട്ലേറ്റ് ഷേപ്പിലോ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മിക്സ് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ചിട്ട് നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഓയിലിന് പകരം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നാക്ക് ഒന്ന് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഓയിൽ ഉപയോഗിച്ചൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാക്ക് കൂടുതൽ ക്രിസ്പിയായി കിട്ടും. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഉപയോഗിച്ചൊന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറച്ച് ഓയിൽ ഉപയോഗിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് പുറം നല്ല ക്രിസ്പിയും അകം സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക. എന്നാലും ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഏകദേശം 2 മിനിറ്റ് എല്ലാ സൈഡും തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് നമ്മുടെ സ്നാക്ക് ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഓലയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന പൊട്ടറ്റോ ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ടൊമാറ്റോ കെച്ചപ്പിലൊന്ന് ഡിപ്പ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് അവർക്ക് വളരെയധികം ഇഷ്ടമാവും. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.